Welcome back to my channel. So day 12 Big Boss season 7. അതിലോട്ട് പോകാനായിട്ട് തന്നെ ഹാപ്പി 79th ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു എവ്രി വൺ. സോ നേരെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ ക്യാമറ ഫോക്കസ് ആസ് യൂഷ്വൽ നേരെ പോയത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു സൗണ്ടിൻ്റെ ഒരു വോളിയം റേസ് ആയപ്പോൾ എന്താണ് അനീഷ് വാസ് ആസ്കിങ് ദാറ്റ് ആരീസ് വാസ് ആസ്കിങ് ബിന്നി ഏത് ടീമിലാണെന്ന് ചോദിക്കുന്നതായിരുന്നു. ബിന്നി എന്താണ് ബാത്റൂം ടീമാണ്. സോ ബാത്റൂം ക്ലീനർ എന്തോ കിച്ചണിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് വാസ് റിക്വസ്റ്റിംഗ് ബിന്നി അത് എടുത്തിട്ട് ബാത്റൂമിലോട്ട് കൊണ്ടുവെക്കണം. എന്നിട്ട് അത് ബിന്നി പറഞ്ഞു അത് നിങ്ങൾക്ക് ക്ലീൻ ആക്കാൻ വേണ്ടി കൊണ്ടതാണ്, കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേറെ മോപ്പൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, അടിച്ചുവാരി ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി ഷീ ഡിഡ്ന്റ് ഡു ഇറ്റ്. അവിടെ ചുമ്മാ ഇങ്ങനെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബിന്നി വേഴ്സസ് അനീഷ് ഫോർ നത്തിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇന്നലെ കുറച്ച് 2-3 ഡേയ്സ് ആയിട്ട് ജിസേൽ വേഴ്സസ് അനു ഇങ്ങനെ ഇങ്ങനെ ഒരതി നടക്കുന്നുണ്ട്. ഇന്ന് ആദ്യത്തെ ഒരു മോർണിംഗിൽ തന്നെ കിച്ചണിലുള്ള സമയത്ത് ജിസേൽ വാസ് സെയിങ് ഒരിക്കൽ കക്കരുത് ടു അനുമോൾ അത് പിന്നെ അത് സിമ്പിളാക്കി വിട്ടു. വലിയൊരു അടിയിലോട്ടും വലിയൊരു ആർഗ്യുമെന്റിലോട്ടും അത് പോയിട്ടില്ല. കിച്ചണിലോട്ടൊന്നും കക്കരുത് എന്ന് ജിസേൽ വാസ് സെയിങ് ടു അനുമോൾ. അത് അനുമോൾ വലിയ സംഭവം ആക്കില്ല. സോ ബിഗ് കോൺവെർസേഷൻ അവിടെ നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ ബെഡ്റൂമിലോട്ടാണ് ക്യാമറ ഫോക്കസ് പോയത്. ക്യാമറ ഫോക്കസ് പോയിട്ട് അതിൽ അപ്പാനി ശരത് അനു എന്ന പ്രോബ്ലം അവർ തമ്മിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് അത് ബിൻസി അത് അവർ തമ്മിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ആസ്കിങ് ബോത്ത് ഓഫ് ദം എന്താണ് പ്രോബ്ലം, ലൈക്ക് വൈ യു ഗൈസ് ഹാവ് സം ഹേറ്റ്രഡ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ അപ്പാനി ശരത്തിന്റെ റീസൺ പറയുന്നു ലൈക്ക് ഡബിൾ സ്റ്റാൻഡ് അനുമോള് കളിക്കുന്നു. അവർ പിന്നെ ഏതോ കഴിഞ്ഞൊരു ടാസ്കിൽ അവളെ അനുമോളെ ടീമിലെ കോണ്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാണ്ട് നേരെ ഓപ്പോസിറ്റ് ടീമായ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി. അങ്ങനെ എന്തൊക്കെ അപ്പാനി വാസ് സെയിങ്. അതും കൺക്ലൂഷനിലോട്ട് വന്നിട്ടില്ല. പിന്നെ നേരെ പണിപ്പൂര ടാസ്കിൽ ഇപ്പൊ അവർക്ക് 3000 ലക്ഷറി പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു 10 സെക്കൻഡിൽ 5 കോണ്ടസ്റ്റൻസിന് പോവാം. എന്നിട്ട് പണിപ്പുരയിൽ പോയിട്ട് 10 സെക്കൻഡിൽ 1500 പോയിന്റിലെ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാം. സോ ആദ്യത്തെ ഒരു ഫസ്റ്റത്തെ റൗണ്ട് വന്നു. മാക്സിമം അവരെടുത്തു. മെയിനായിട്ട് അവർ കളക്ട് ചെയ്തത് മട്ടൺ. ദാറ്റ് വാസ് യൂസ്ഫുൾ ഫോർ എവ്രി വൺ. ബാക്കി പിന്നെ ലിപ്സ്റ്റിക്കും കുറച്ച് ആൾക്കാർക്ക് എന്തൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് ന്യൂ വീക്ക് ക്യാപ്റ്റൻസിലാണ്. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് പെർഫോമൻസും ടാസ്ക് പെർഫോമൻസും ബേസ് ചെയ്തിട്ട് മൂന്നാൾക്കാരെ എല്ലാവരും നോമിനേറ്റ് ചെയ്യണമെന്ന്. ലൈക്ക് 18 കോണ്ടസ്റ്റൻസ് വന്നു. മിക്ക ആൾക്കാരും നോമിനേറ്റ് ചെയ്തത് ഒന്ന് ആര്യനായിരുന്നു. ആര്യൻ വാസ് ടു ഗുഡ് ഇൻ ഓൾ ടാസ്ക്. അതായിരുന്നു മെയിൻ റീസൺ. സെക്കൻഡ് അഭിലാഷ് എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. പക്ഷെ കഴിഞ്ഞൊരു വീക്കിൽ അഭിലാഷ് വാസ് സോ സൈലന്റ് ഫോർ മീ. പിന്നെ ജിസേലിന്റെ എല്ലാവരും പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 3 ആൾക്കാരുടെ പേരാണ് പറഞ്ഞത്. ഫൈനലി നോമിനേറ്റ് ചെയ്ത 3 പേര് ആര്യൻ, അഭിലാഷ്, ജിസേൽ. സോ ഇതിൽ ആരാ ക്യാപ്റ്റൻ എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. അവർ തമ്മിലൊരു കളി എന്തായാലും അടുത്തുണ്ടാവും. അത് കഴിഞ്ഞ് നേരെ സെക്കൻഡ് പണിപ്പുര ടാസ്ക്. ഇന്നത്തെ പണിപ്പുര ടാസ്ക് 3000 പോയിൽ 1500 ഓൾറെഡി ഫസ്റ്റ് ടാസ്കിൽ എടുത്തു. ഇനി 1500 ഉണ്ട്. 1500 10 സെക്കൻഡ് എത്രയാണ് 10 കോണ്ടസ്റ്റൻസിനാണ് ഇവിടെ. ആദ്യം 5 ആയിരുന്നു, ഇപ്പൊ 10 സെക്കൻഡിൽ. സോ അത് ബെൽ റിങ് ചെയ്തു, 10 സെക്കൻഡ് തീർന്നു. മാക്സിമം അവര് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറെ സാധനങ്ങൾ ഇത്തവണ നല്ല കുറെ ഫുഡും കാര്യങ്ങളൊക്കെ പണിപ്പുറയിൽ നിന്ന് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ജയിൽ നോമിനേഷനിലോട്ടാണ്. ജയിൽ നോമിനേഷനിൽ 3 ആൾക്കാരെ സജസ്റ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ പെർഫോമൻസ്, പിന്നെ വീക്ക് ആയിട്ടുള്ള കോണ്ടസ്റ്റൻസ്. എവരി വൺ നോമിനേറ്റഡ് രേണു എന്തിലാണ് ഈ ഷോയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള റീസൺ എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ല. ഷീ ഈസ് കംപ്ലീറ്റ്ലി സൈലന്റ്, ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ ഈ ഒരു ഷോക്ക് സെലക്റ്റഡ് ആയി? ദാറ്റ് ഈസ് മൈ വൺ ബിഗ് ക്വസ്റ്റ്യൻ. രേണു എങ്ങനെ ഈ ഒരു ഷോക്ക് സെലക്റ്റഡ് ആയി? കാരണം ഒരു കോൺട്രിബ്യൂഷനും ഇല്ല.
ഈ ഒരു പരിപാടിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാത്തൊരു കോണ്ടസ്റ്റന്റ് ആണ് രേണുസുതി. സോ എല്ലാവരും അവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് 3 ആൾക്കാരെ നോമിനേറ്റ് ചെയ്തു. ഫൈനലി ആസ് പെർ ദ വോട്ട് 3 ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. നെവിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്നെസ് ഇല്ല, പിന്നെ ബിഗ് മെച്യൂരിറ്റി കാണിക്കുന്നില്ല. സോ നെവിൻ, രേണുസുതി, സാരിക KP, അതിൽ ഫസ്റ്റ് ടോപ്പ് 2 നിന്നത് പോയിന്റ് കിട്ടിയത് നെവിൻ ആൻഡ് രേണു. അവരായിരിക്കും ജയിൽ ഇൻസൈഡ്. പിന്നെ ജയിൽ ഡ്രസ്സ് ഇട്ടിട്ട് ബെഡ്റൂമും ലിവിങ് റൂമിലോട്ടും ആക്സസിബിൾ ഇല്ലാട്ട് വെറും ഗാർഡൻ ഏരിയ ആൻഡ് ജയിലിന്റെ പുറത്തുള്ള ആക്സസ് കിട്ടുന്നത് സാരിക. സോ 3 ആൾക്കാരാണ് ജയിലിലോട്ട് നോമിനേഷൻ കിട്ടിയത്. പിന്നെ ജയിൽ നോമിനേഷനിൽ ജിസേൽ നോമിനേറ്റ് ചെയ്തത് ഒന്ന് അനുമോളായിരുന്നു. ബിക്കോസ് ഷി വാസ് സെയിങ് ദാറ്റ് ഡിഫെയിമിങ് ജിസേൽ, പിന്നെ കക്കുന്നു, അങ്ങനെ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ ചപ്പാത്തി കട്ടു എന്നൊരു വലിയൊരു സംവാദം ജിസേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് അനുമോൾ ഡിൻ ഡു ഇറ്റ് എന്നാണ് ഒരുപാട് ആൾക്കാർ, ബിൻസിയൊക്കെ പറഞ്ഞത്. അത് വളരെയായിട്ട് ഹേർട്ടായി അനുമോളിന്. നേരെ അനുമോള് വന്നു അത് ചെയ്തോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജിസേലിനോട് ചോദിക്കുന്നതായിരുന്നു. ജിസേൽ വാസ് കൈ പൊക്കി ഇങ്ങനെ തട്ടിമാറ്റി. പിന്നെയും അനുമോൾ ദേഹത്തോട്ട് ഇങ്ങനെ എന്തോ തട്ടിമാറ്റി എന്തോ ചെയ്ത പോലെ തോന്നി. ആ സെയിം ടൈപ്പ് ഓഫ് ഒരു ആക്ഷൻ ആയിരുന്നു റോബിൻ അഗെയിൻസ്റ്റ് റിയാസ്. അന്ന് റോബിൻ ഗോട്ട് എലിമിനേറ്റഡ്. ഇന്ന് ആ ആക്ഷൻ ഈസ് നോട്ട് ടേക്കൺ സീരിയസ്ലി. ടു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഫോർ ദിസ് ആക്ഷൻ. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് റോബിൻ ചെയ്തപ്പോൾ റോബിൻ ഗോട്ട് എലിമിനേറ്റഡ്. ഇന്ന് കൈ ആക്ച്വലി തട്ടിക്കുന്നു ജിസേലിന്റെ. ആക്ച്വലി ജിസേൽ നല്ലപോലെ കംപ്ലൈന്റ് ചെയ്യാണ്ടാണോ എന്ന് എനിക്കറിയില്ല. അനുമോൾ ശരിക്കും കൈ തട്ടിക്കുന്നു. ദാറ്റ് ഈസ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് അത് കൺസിഡർ, അറ്റ്ലീസ്റ്റ് ഒരു വാർണിംഗ് എങ്കിലും കൊടുക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് നേരെ അനുമോളെ കരച്ചിലായിരുന്നു. ഫുൾ കരച്ചിൽ തന്നെ. ഫുൾ കരച്ചിൽ. എനിക്ക് തോന്നുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം എല്ലാ എപ്പിസോഡിലും അനുമോൾ കരയുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഹേർട്ടാവുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അത് പറയുന്നില്ല. ബട്ട് ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലോട്ട് വരുമ്പോൾ മാക്സിമം നല്ല സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം. ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ഞാൻ ഭയങ്കര ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആവുന്ന ആളാണ്. ഐ ആം നോട്ട് എ പേഴ്സൺ ഹൂ ഈസ് ഗുഡ് ഫോർ ബിഗ് ബോസ് ഷോ. ബിക്കോസ് ഞാനൊക്കെ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ആളാണ്. ലൈക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരുന്ന ഒരാൾ. പിന്നെ ഞാനൊരു മെന്നാണ്. ബട്ട് men do cry because of certain situations in life, right? അത് ബിൻസി പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബിൻസി വാസ് സേയിങ് ടു അനു ദാറ്റ് പഠിച്ച കള്ളിയാണ് ജിസേൽ. ജിസേൽ ഈസ് എ ഗുഡ് ഗെയിമർ. ജിസേൽ ജിസേൽ അവിടെ ഒരുപാട് കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ നോമിനേഷൻ ടൈമിൽ തന്നെ ജയിൽ നോമിനേഷൻ ടൈം ഷാനവാസ് ജിസേൽ ഒരു ചെറിയൊരു ഡിബേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജിസേൽ ആര്യന്റെ ഫേസ് ക്രീം അടിച്ചു മാറ്റി. ബട്ട് സ്റ്റിൽ അവൾ അടിച്ചു മാറ്റിയെന്നുള്ള വാക്ക് മാറ്റിയിട്ട് അവളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്നാണ് ജിസേൽ പറയണത്. ജിസേൽ ഭയങ്കര ഒരു വലിയൊരു കളിയാണ് ഈ ഒരു ഷോയില്. കളി ഈസ് ഇൻ ദിസ് ഗെയിം പെർസ്പെക്റ്റീവ്. ഒരുപാട് സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു, വയലേഷൻ തെറ്റിക്കുന്നു. ബട്ട് ഷീ ഈസ് ഓൾസോ എ ഗുഡ് ഗെയിമർ. ഭയങ്കര സ്ട്രോങ് ആൻഡ് ബോൾഡ് ആണ്. സോ അനുമോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി കഴിഞ്ഞാലാണ് ജിസേലിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ജിസേലിന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് നിന്ന് ഫോർ നത്തിങ്. അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. അക്ബാനി ശരത്തൊക്കെ ചുമ്മാ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ഫോർ നോ റീസൺ ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ മൈജി ഓണം മാസ് ഓണം എന്നൊരു ആഡ് വന്നു. മഞ്ജു വാര്യർ, ടൊവിനോ, റംസാൻ, ദിൽഷൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് അവർ ആ ഒരു സാധനം റെപ്ലിക്ക ചെയ്തിട്ട് 2 ടീമായിട്ട് തിരിച്ചിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ജെറ്റ് ഫോർ ആഡ് പർപ്പസ്, മൈജിയുടെ ആഡ് പർപ്പസ്. അതിൽ ടീം എ ജയിച്ചു. ദേ ഡിഡ് വെൽ ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ ജയിലിലോട്ട് കയറ്റലായിരുന്നു. രേണുസുതി ആൻഡ് നെവിൻ അവർക്ക് കൊടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ കമ്പനി ടാസ്ക്. അതായത് 50 നെല്ലിക്ക 50 നാരങ്ങ ആദ്യം ജയിലിന്റെ ഉള്ളിൽ നിന്ന് ആ ഭരണിയിലോട്ട് അത് ഇടണം. അത് കഴിഞ്ഞിട്ട് ബസർ അടിച്ച് 2 ബസറിന്റെ ഉള്ളിൽ എന്തോ 5 സെക്കൻഡിൽ
സോൾട്ട് ആൻഡ് ചില്ലി പൗഡർ അവിടെ നിന്ന് എടുത്തിട്ട് ആ ഭരണിയിലിട്ട് നേരെ ജയിലിൽ കയറണം. ഫസ്റ്റ് ടൈം അത് പറ്റില്ല, എന്നിട്ട് അത് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ടൈം ഓൾസോ ദേ ഡിൻ ഡു ഇറ്റ്, ബട്ട് ആ ടൈമിൽ ബിഗ് ബോസ് ബസർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല, അത് റീസൺ എന്താണ്. അതോടെ ടാസ്കും കംപ്ലീറ്റ് ആയി, എപ്പിസോഡും കംപ്ലീറ്റ് ആയി. നോട്ട് എ ഒരു ഡീസെൻറ്റ് ഡേ ആയിരുന്നു. ബട്ട് യാ, ഇവിടെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജിസേൽ വേഴ്സസ് അനു. യാ, ഓരോതി നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ പൊട്ടലുണ്ടാവും. ഇന്ന് അതിൻ്റെ ഒരു സ്റ്റാർട്ടായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ആവും. വി നെവർ നോ. കമ്മിങ് ഡേയ്സിൽ അറിയാം. ജിസേൽ വയലേറ്റിംഗ് റൂൾസ്, ഒരുപാട് റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ്, അനുമോൾ ഫിസിക്കലി അസോൾട്ട് ചെയ്തിരിക്കുന്നു. അത് ചെറുതായാലും വലുതായാലും അറ്റ്ലീസ്റ്റ് ഒരു വാർണിംഗ് എങ്കിലും കൊടുക്കണം. യാ, ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഡേ 12. വീക്കെൻഡ് ആണ്, സാറ്റർഡേ സൺഡേ. ഹാപ്പി വീക്കെൻഡ് ഗൈസ്. നാളെ കാണാം. ലാലേട്ടൻ ഈസ് ഓൾസോ കമ്മിങ്. വിൽ സീ ഹൂ ഈസ് ഗെറ്റിംഗ് എവിക്റ്റഡ് ദിസ് വീക്ക്. ശുഭ രാത്രി. ഗുഡ് നൈറ്റ് ഗൈസ്.